ഹായ് ഹലോ നമസ്കാരം. പ്ലേറ്റ്സ് ആൻഡ് പ്ലാനറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്ത നമ്മൾ ഒരു യാത്രയായിട്ട് വന്നിട്ടുണ്ട്. എവിടേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ മൂകാംബിക പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഷൊർണൂർ ജംഗ്ഷനിലാണ്. പാലക്കാട് നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഷൊർണൂർ വന്നിട്ട് ഷൊർണൂരിൽ നിന്ന് മൂകാംബിക പോണത്. ഇന്ന് പ്രതിമാമൻ കൂടെ ഇല്ല. മാമന് കുറച്ച് അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ട് പ്രതിമാമൻ ഇന്ന് ഈ യാത്രയിൽ കൂടെ ഉണ്ടാവില്ല. നമ്മുടെ ചേട്ടന്മാർ രണ്ടുപേരുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ പോണ ട്രെയിൻ വന്നിട്ട് 11:336 നാഗർകോവിൽ നിന്നും ഗന്ധിബാത്തിൽ പോണ ട്രെയിനാണത്. വീക്ക്ലി ഗന്ധിതം പോണ ട്രെയിനാണ്, വീക്ക്ലി എക്സ്പ്രസ് ആണത്. സോ അപ്പോൾ എന്തായാലും ഈ ഒരു യാത്ര അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. 2-3 ദിവസത്തെ ട്രിപ്പ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകളായിട്ട് വരാം. അങ്ങനെ നമ്മുടെ സ്വന്തം നാടായത് കൊയിഞ്ഞാൻ പറയുന്ന നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. KSRTC ബസ്സിലാണ് നമ്മൾ പോണത്. പാലക്കാടിലേക്കാണ് പോകുന്നത്. പാലക്കാട് പോയിട്ട് പാലക്കാട് നിന്ന് ഷൊർണൂരിലേക്കാണ് പോകുന്നത്. ഷൊർണൂരിൽ നിന്നാണ് പിന്നെ നമ്മുടെ ട്രെയിൻ ഉള്ളത്. അപ്പതേ നമ്മൾ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാട്ടോ. ഈവനിങ് ടൈം ആയതുകൊണ്ട് റോഡിൽ നല്ല തിരക്കുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് 7:30ക്കാണ് ഇനി അടുത്ത ബസ്. ഷൊർണൂരിൽ നിന്ന് കൃത്യം 7:30ക്ക് തന്നെ ഇതേ KSRTC ബസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ബസ്സിൽ. നമ്മളപ്പോൾ ഷൊർണൂർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ റൈറ്റ് സൈഡ് 3 പേർക്ക് ഇരിക്കാനുള്ള സീറ്റാണെങ്കിലും ഞങ്ങൾക്ക് ആ സീറ്റിൽ ഇരിക്കാൻ പറ്റുള്ള 3 പേർക്ക് എന്താണെന്നറിയില്ല. നമ്മളിപ്പോൾ അങ്ങനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് വേണം സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറാൻ. ഇപ്പം നല്ലൊരു ഹോട്ടൽ നോക്കി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇതാണ് നമ്മുടെ ട്രെയിൻ 16:336 ഗന്ധിധാം എക്സ്പ്രസ്. 22:35 10:35 തന്നെ ഓൺ ടൈമാണ് കാണിക്കുന്നത്. നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലാണ് നമ്മൾ പോവാൻ. S1 ആണ് നമ്മുടെ കോച്ച്. എത്തിയിട്ടുണ്ട്. നമ്മൾ കയറാൻ പോവാണ്. ഭയങ്കര പഴയ കോച്ചോട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര ശോകം കോച്ചായിരുന്നു കേട്ടോ. അത് ഭയങ്കര മോശം അനുഭവമായിരുന്നു. ഭയങ്കര സ്മെല്ലും അതിൻ്റെ ഉള്ളിൽ കോച്ചിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ആകെ നമുക്ക് കൺജസ്റ്റഡ് ആയ പോലെ. എത്രയും പെട്ടെന്ന് മൂകാംബിക എത്തിയാൽ മതി എന്നുള്ളൊരു ടെൻഡൻസി ആയി കഴിഞ്ഞു. അത്രയ്ക്കും മോശമായിരുന്നു. സമയം 12:45 ഇപ്പോൾ. ഉറക്കത്തിന് എണീറ്റതാണ്. ഫറോക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ. അങ്ങനതെ നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 7 മണിയായി. 7 മണിക്ക് എത്തേണ്ട ട്രെയിന് ഡിലേ ആണ്. രാത്രി ക്യാബിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കാരണമാണ് നമ്മൾ വീഡിയോ എടുക്കാത്തത്. പറയാൻ ഇതൊരു എക്സ്പ്രസ് ആണെങ്കിലും അതെ, ഇതുപോലെ എല്ലാ ട്രെയിനുകൾക്കും നമ്മൾ വഴിയൊരുക്കി കൊടുത്ത് വേണം നമ്മൾ കടന്നു പോകാൻ. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയി പോയത്. വീക്ക്ലി എക്സ്പ്രസ് ആയതുകൊണ്ടാണ്. അടുത്ത സ്റ്റേഷനാണ് മൂകാംബിക റോഡ് വരുന്നത്. അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടതും. ഇപ്പോഴും നമുക്ക് കേരളത്തിൽ നിന്നും മാറാത്ത ആ ഒരു ഫീലാണ് കിട്ടുന്നത്. കാരണം ഇതേ നെൽപ്പാടങ്ങളും തെങ്ങും അതുപോലെ നമ്മുടെ ആ വീടുകളായാലും അതിൻ്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളെല്ലാം കേരളത്തിൻ്റെ അതേ തനിമയിലാണ്. ഫൈനലി നമ്മളങ്ങനെ മൂകാംബിക റോഡ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ദേ ഇത്രയും ആൾക്കാർ ഈ ട്രെയിനിൽ വന്ന പാതി ആൾക്കാരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിലും അതുപോലെ തിരക്കുണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ.
ട്രെയിനിൽ വന്നവര് മുഴുവൻ മൂകാംബികയിൽ ഇറങ്ങി. ഭയങ്കര തിരക്കുണ്ടാവുന്നതാണ് വിശ്വാസം. ഇപ്പൊ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ടാക്സികളും ഓട്ടോ എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും നമ്മൾ പോകുന്നില്ല, കാരണം അവിടെയൊക്കെ റേറ്റ് ചാർജ് കൂടുതലാണ്. സോ നമ്മൾ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമിട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡിൽ വന്നതും തന്നെ അതെ നമുക്ക് മുന്നിൽ തന്നെ ഒരു ബസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കയറി. 40 കിലോമീറ്റർ ഉണ്ട് ഇനി അമ്പലത്തിലേക്ക്. ഈ ബസ് പോണതും മൂകാംബിലേക്ക് തന്നെയാണ്. വേറെ ഇടയിൽ സ്റ്റോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമ്മളത് മൂകാംബിക ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ്സിൽ വന്നത് ഇവിടുന്ന് ഒരു 500 മീറ്ററേ ഉള്ളൂ അമ്പലത്തിലേക്ക്. പിന്നെ ഇവിടുന്ന് നടന്നു പോവാം. അമ്പലത്തിന്റെ മുമ്പിലെത്തുകയാണ് നമ്മള്. നമുക്ക് ഇവിടെ തന്നെ ഒരുപാട് മലയാളികളുടെ ഹോട്ടലും ഇല്ലാണ്ട് നമുക്ക് റൂം താമസിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ ഹോട്ടലുകളും ഉണ്ട് ഇവിടെ. ഇത് നേരെ മുമ്പിൽ കാണുന്നതാണ് അമ്പലം. ഇന്ന് നമ്മൾ അമ്പലത്തിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. കാരണം അമ്പലത്തിനുള്ളിലേക്ക് കയറുന്ന വഴി എൻട്രൻസ് ആണ് ഇവിടെ കാണുന്നത്. നമ്മളിപ്പോൾ പോയിട്ട് റൂം എടുക്കണം. ഫ്രഷപ്പ് ആയിട്ട് വേണം ഇനി അമ്പലത്തേക്ക് പോകുന്നത്. സാധാരണ തിരക്കുള്ള സമയങ്ങളിൽ ഇവിടെയൊക്കെ ക്യൂ ആയിരിക്കും. ഇനി തിരക്കുണ്ടാവും ഇവിടെ. നമ്മൾ വന്ന സമയത്ത് തിരക്കൊന്നുമില്ല. നമ്മളൊന്ന് ഫ്രഷപ്പ് ആയിട്ട് ഇതിൽ കുറേയാണ് പോകേണ്ടത്. മുമ്പിലാണ് അമ്പലം. ബാക്ക് സൈഡുണ്ട്. ഞങ്ങൾ കുളിച്ച് റെഡിയായി അമ്പലത്തേക്ക് തൊഴാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് അമ്പലം. അമ്പലത്തിന്റെ ഫ്രണ്ട് സൈഡാണ്. അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് റൂം വരുന്നത്. ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ. 700 രൂപ 600 രൂപ അല്ല ഏട്ടാ, 700 രൂപ 700 രൂപയാണ് റൂമിന്. നമ്മൾ 2 ദിവസത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഡിസ്റ്റൻസേ ഉള്ളൂ അമ്പലത്തിലേക്ക്. ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് സൈഡ്. വലിയ തിരക്കൊന്നുമില്ല. തിരക്കില്ലാത്ത സമയത്ത് തന്നെ നമ്മൾ എന്തായാലും മുന്നിലേക്ക് കയറിയിട്ട് വരാം കേട്ടോ. അമ്പലത്തിന്റെ ഉള്ളിൽ കയറുമ്പോഴാണ് മനസ്സിലായി നടയടച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അവരെല്ലാവരും അമ്പലത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ചെറിയൊരു തിരക്കുണ്ട്. കുറച്ചു നേരം നമ്മൾ ഒരു അരമണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ദർശനം കണ്ടത്. വേണ്ട, ഉള്ളിൽ ഇത്രയും ആൾക്കാരുണ്ട്. പുറത്ത് നമുക്ക് ആ തിരക്ക് കണ്ടില്ല. അങ്ങനെ ആദ്യത്തെ ദർശനം കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പോയിട്ട് ഭക്ഷണം കഴിക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അടുത്ത പരിപാടികൾ പ്ലാൻ ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. 3 പൂരിയും ചട്നി, സാമ്പാറും വടയുമാണ് ഞങ്ങൾ പറഞ്ഞത്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇതാണ് ഞങ്ങളുടെ അടുത്ത പ്ലാന്, അന്നദാനം കഴിക്കുക. നല്ല ചോറും സാമ്പാറും രസവും പായസവും എല്ലാം ഉണ്ടായിരുന്നു. ഞാനുണ്ട് ഭക്ഷണം അടിപൊളി. എന്നാ തന്നെ ഒട്ടുക്കും എന്തും വരട്ടെ എന്ന് പറഞ്ഞു നോക്കിയപ്പോ മുറ്റത്ത് നിറച്ച് കർണാടകക്കാര്. അതുപോലെയാണ് മുഖത്ത് കർണാടക. ഇപ്പൊ പിന്നെ അവിടെ കർണാടക വണ്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. തിരക്കുള്ള സമയത്തൊക്കെയാണ് കേരള വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നത്. കേരള വണ്ടികളാണ് കൂടുതൽ ഇവിടെ. അപ്പൊ നമ്മൾ ഉച്ചക്കലത്തെ ഇത് തൊഴുതു. ഇപ്പൊ വൈകുന്നേരം ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് ഇപ്പൊ വൈകുന്നേരം സൗപർണിക പുഴയിൽ നമ്മൾ കുളിക്കാൻ പോവാണ്. എന്നിട്ട് അവിടെ നമ്മുടെ ഒരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൽ ഒന്ന് പോയിട്ട് തിരിച്ചു വന്ന് വൈകുന്നേരത്തെ ദർശനവും കൂടി കാണും. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ നമുക്കിപ്പോ
സൗവർണിക പുഴയിൽ കുളിക്കാൻ പോവാ. ഇതാണ് ലളിതാംബിക ഗസ്റ്റ് ഹൗസ്. നമ്മൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ KSRTCയും ബസ്സുകളൊക്കെ തിരിഞ്ഞു പോണത്. ഇവിടെ വന്നിട്ടാ പോവാ എല്ലാ ബസ്സും. ഇത് കണ്ട നമ്മുടെ വണ്ടി പടക്കുതിരകൾ നിൽക്കണ കണ്ട. അതിലിത് അവിടെ നിൽക്കുന്നുണ്ട് മിന്നല്. പാലക്കാട് ടു മൂകാംബിക, കൊല്ലൂർ മൂകാംബിക, പാലക്കാട് നിന്ന് വരുന്ന വണ്ടിയാണിത്. തിരിച്ച് നമുക്ക് പാലക്കാട് ആ വഴി തന്നെ ബസ്സിൽ കയറിപ്പോയാലോ? വേണ്ടല്ലേ, നമുക്ക് വേറെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്, വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. സോ അപ്പം അങ്ങോട്ടൊക്കെ പോകണം. അങ്ങനെ നമ്മൾ സൗവർണിക പുഴയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു കുളിയൊക്കെ കുളിച്ചിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് പോകാം. ഇവിടെ വീഡിയോ എടുക്കാൻ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസ് ഒന്നും കാണിക്കാത്തത്. ഞങ്ങൾ അവിടുന്ന് പുഴയിൽ കുളിച്ച് കുറച്ച് മുന്നോട്ട് വന്നു. ഒരു 500 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആശ്രമമുണ്ട്. അതിൻ്റെ മെയിൻ വഴി വേറെയാണ്. നമുക്ക് വേറെ വഴി അറിയുന്നത് കൊണ്ട് നമ്മൾ അതിൽ കൂടെ കയറി വന്നു. ഇവിടെ ആശ്രമം വരുന്നത്. ഇവിടെ പോയിട്ട് നമുക്ക് കുറച്ച് നേരം മെഡിറ്റേഷനിലിരിക്കണം. ഇതാണ് ആശ്രമം. നമ്മളിവിടെ പോയിട്ട് കുറച്ച് നേരം ഇരിക്കുക. നല്ല വൈബാട്ടോ അവിടെ വരുമ്പോൾ. ഭയങ്കര സൈലൻ്റ് ആണ്. ഫൗണ്ടേഷൻ ട്രസ്റ്റ്. എന്നാണ് തദാത ഫൗണ്ടേഷൻ ട്രസ്റ്റ്. ഇതാണ് തദാത ഫൗണ്ടേഷൻ ട്രസ്റ്റ്. നമ്മൾ എത്ര വർഷം മുമ്പാണ് ശരിയോടെ വന്നത്? 2020 6 വർഷമായി. 6 വർഷമായി. അതെ, നമ്മൾ 3 പേര് തന്നെ അല്ലേ? കാർ എടുത്തിട്ട് വന്നു. ഇവിടെയും വീഡിയോ എടുക്കാൻ റെസ്ട്രിക്ഷൻ ഉണ്ട്, പക്ഷെ എന്നാലും ചെറിയൊരു ക്ലിപ്പാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് പോയിട്ട്. നമുക്കിവിടെ അന്നദാനത്തിൻ്റെ ടൈമിങ് വരുന്നത് 12 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ്. പിന്നെ വൈകുന്നേരം 8 മണി മുതൽ 9:30 വരെയാണ് ടൈമിങ് വരുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ഇതേ അമ്പലത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ബലി കാണാൻ പോവാണ്. ബലി എന്ന് പറഞ്ഞാൽ നമ്മൾ ശിവേലി കാണാം. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഇതേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഈ ശിവേലി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പം നടയടച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തിരക്കുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ആ കൊടിമരത്തിൻ്റെ ദീപാരാധന കാണിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ദേവിയെ പുറത്ത് കൊണ്ടുവന്നിട്ട് എഴുന്നള്ളത്തുണ്ടാവും. 3 പ്രാവശ്യം അമ്പലത്തിന് ചുറ്റും എഴുന്നള്ളത്ത് കഴിഞ്ഞതിന് ശേഷം നടയടയ്ക്കുന്നതാണ് ഇവിടുത്തെ ചടങ്ങ്. ഇതാണ് ഇവിടുത്തെ ദേവിയുടെ ഇഷ്ട വഴിപാടായ നെയ്വിളക്ക്. ഇത് കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാകും. ദേവീനെ പുറത്തു കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അമ്പലത്തിന് ചുറ്റും 3 പ്രാവശ്യം വലം വയ്ക്കും. ഈ ദേവീനെയും വെച്ചിട്ട് 3 പ്രാവശ്യം വലം വയ്ക്കും. അത് കഴിഞ്ഞ് ദേവീനെ ഉള്ളിൽ കൊണ്ടുപോയിട്ടാണ് ഇവർ നടയടയ്ക്കുക.
അങ്ങനെ 3 പ്രാവശ്യം വലം വെച്ച് കഴിഞ്ഞു. ഇനി അവർ ദേവീനെ നേരെ ഉള്ളിലേക്ക് കൊണ്ടുപോകും, അമ്പലത്തിനുള്ളിലേക്ക് കയറ്റും. എന്നിട്ട് അതിന് ശേഷം ഒരു നടയടിക്കും. അപ്പോൾ അതോടുകൂടി നമ്മളും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ ഒരു നല്ലൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. നാളെ നല്ല ഓഫ് റോഡ് ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ കാണാം. ടാറ്റാ.